മോളെ ഇന്ദു ഇന്ദു മാഡം എന്റെ ഇന്ദു എന്നെ വിട്ടുപോയി. ഇന്ദു ഇന്ദു ശിവേട്ട, ഇനി ഈ മോൾക്ക് ശിവേട്ട മാത്രമേ ഉള്ളൂ. ശിവേട്ട, ശിവന് എന്താ പറ്റി? എന്തായാലും എന്നോട് തുറന്നു പറഞ്ഞോ, ഞാൻ അതിന് പരിഹാരം കാണാം. അത് മാഡം, ഞാൻ ഞാൻ എന്താ തന്നോട് പറഞ്ഞത്? ആ കുട്ടി ഇല്ലാതാക്കാൻ. അതിന് പകരം താൻ എന്താ ചെയ്തേ? തൻ്റെ പിടിപ്പേട് കൊണ്ട് തൻ്റെ ഭാര്യ മരിച്ചതിന് താനെന്തിനാ എല്ലാം കൂടെ എൻ്റെ നിലയിൽ കൊണ്ടുവയ്ക്കുന്നേ? ശിവേട്ട, എന്ത് പ്രശ്നമായാലും ശിവേണ്ണത് എന്നോട് പറയാ. ഒന്നുമില്ല. എന്തോ ഭ്രാന്തമായ അവസ്ഥയല്ല ശിവേണ്ണിപ്പോ. എനിക്ക് തോന്നുന്നത് ഇന്ദു ചേച്ചിയുടെ മരണം ശിവേണ്ണെ വല്ലാതെ തകർത്തിട്ടുണ്ടാവുന്ന. ഇന്ദു ചേച്ചി എന്തിനാ സൂയിസൈഡ് ചെയ്തെന്ന് പുള്ളി പറഞ്ഞോ? ഇല്ല, വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ചേട്ടനുണ്ടായിരുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ഞാൻ എത്ര ചോദിച്ചിട്ടൊന്നും പറഞ്ഞതുമില്ല. എന്റെ പേടി അതല്ല, ആ കുഞ്ഞിനെ ഓർത്താ. ശിവേണ്ണ ഇങ്ങനെയായ ആരാ കുഞ്ഞിനെ നോക്കുന്നേ? ഞാൻ നോക്കിക്കൊള്ളാന്നു പറഞ്ഞിട്ട് അത് സമ്മതിച്ചുമില്ല. ചുരുക്കി പറഞ്ഞ അത് അവരുടെ കുടുംബകാരിയാ. നമ്മൾ തലയിടാൻ പോകേണ്ട കാര്യമില്ല. പിന്നെ ആ കുഞ്ഞിനെ ഓർത്ത് താൻ വേവലാതിപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നമുക്കതിലൊന്നും ചെയ്യാനില്ല. അയാളുടെ ജീവിതം, അയാളുടെ കുഞ്ഞ്, അയാളുടെ കുടുംബം. അതൊക്കെ അറിയാം. എങ്കിലും
ആ കുഞ്ഞിന്റെ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇന്ദുശേഷിയുടെ മരണത്തോടെ ശിവേട്ടൻ വല്ലാതെ തകർന്നു പോയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാ. അത്രയും സ്നേഹിക്കുന്ന ഒരാള് വിട്ടുപോകുമ്പോ തകർന്ന് തരിപ്പണമാവും. അതിന് മരിക്കണമെന്നൊന്നുമില്ല. സ്വയമേ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയാലും അങ്ങനെ തന്നെയാ. മരണത്തിന്റെ വേർപാട് വല്ലപ്പോഴും വന്ന് വേട്ടയാടുമ്പോ ബന്ധത്തിൽ നിന്നുള്ള വേർപാട് എപ്പോഴും നീറി നീറി ഇങ്ങനെ കിടക്കും. ശിവേട്ടൻ ഇന്ദുവിച്ചെ അത്ര ഇഷ്ടമായിരുന്നിരിക്കണം. അതാ അദ്ദേഹത്തിന്റെ അവസ്ഥ ഇങ്ങനെ ആയത്. കൂടെ കുഞ്ഞുണ്ടായിട്ടും ഭാര്യ പോയപ്പോ അത് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റാതായിട്ടുണ്ടാവും. കുഞ്ഞുങ്ങളെക്കാളും ഭാര്യയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവർക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പിടിച്ചിരിക്കാൻ പറ്റിയെന്ന് വരില്ല. 6 മാസങ്ങൾക്ക് ശേഷം എന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആവും. ഇതിനേക്കാളും മോശമാവുന്നെങ്കിലേ ഉള്ളൂ. അർച്ചനെ, അർച്ചനെ,